ഷഫീദ്, മലപ്പുറം സമ്മേളനത്തിൽ ചേരിതിരിഞ്ഞുള്ള മത്സരം, മാരാരിക്കുളത്ത് VS-നേറ്റ തോൽവി, പാലക്കാട് സമ്മേളനത്തിലെ വെട്ടുനിരത്തൽ, അങ്ങനെ ആ വിഭാഗീയ പോലെ അതിന്റെ പരമാവധി നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളറകൾ പറയുകയായിരുന്നു പിരപ്പങ്കോട് മുരളി. മാരാരിക്കുളത്തെ പരാജയം ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിന് അത്ഭുതമാണ്. അത് VS ഞെട്ടിയതാണ്, കേരള രാഷ്ട്രീയം ഒന്നാകെ ഞെട്ടിയതാണ്. എന്തൊരു ജയിച്ച ഫ്രാൻസിസ് പോലും അങ്ങേയറ്റം ഞെട്ടിപ്പോയതാണ്. മാരാരിക്കുളത്ത് ജയിച്ച സ്ഥാനാർത്ഥിയെ പറ്റിയല്ല പിന്നീട് പറഞ്ഞത്, തോറ്റ സ്ഥാനാർത്ഥിയായ VS-നെ പറ്റി തന്നെയാണ്. അത് എല്ലാ കാലവും VS-നെ വേദനിപ്പിച്ച അല്ലെങ്കിൽ VS-നേറ്റ തിരിച്ചടികളുടെ ഗണത്തിൽ മാരാരിക്കുളം പരാജയം ഉണ്ടായി. അതിൽ പോലും തോൽപ്പിച്ചതിലെ പ്രമുഖരുടെ പേരുകൾ പരോക്ഷമായി ഇപ്പോൾ സുശീല ഗോപാലിനെ അതിൽ പിന്താങ്ങിയത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ പേരുകൾ പോലും പിരപ്പൻകോട് മുരളി പറയുകയാണ്. ഇതിപ്പോൾ ഒരു മുതിർന്ന നേതാവിന് CPM സമ്മേളനങ്ങളിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്, മുഖം നോക്കാതെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് SFI, DYFI തുടങ്ങിയ അത് CPM-ന്റെ രീതിയാണ്. പക്ഷേ CPM-ലെ പോലെ ഒരു CPM പാർട്ടി ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വയോധികനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് നേർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് അങ്ങേയറ്റത്തെ കടന്ന പരാമർശം അത് ചെറിയ പെൺകുട്ടി നടത്തിയാലും ചെറിയ ആൺകുട്ടി നടത്തിയാലും നടത്തി എന്ന കാര്യം പല നേതാക്കൾ കൂടെ പുറത്തേക്ക് വരുമ്പോൾ പാർട്ടി അതിലൊരു വിശദമായ മറുപടി പറയേണ്ടതുണ്ട്. ഷഫീദ്, ഇല്ല എന്ന ഒരു കേവല നിരാകരണം കൊണ്ടോ തോന്നിയവാസമാണ് എന്ന കേവല നിരാകരണം കൊണ്ടോ അത് തീരുന്നതല്ലത്. ഹഷ്മി, ഇക്കാര്യത്തിൽ അതായത് പിരപ്പൻകോട് മുരളിക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊടുത്ത മറുപടി നമുക്കറിയാം. അതായത് മുരളിയുടെ വെളിപ്പെടുത്തൽ ശുദ്ധ അസംബന്ധവും തോന്നിയാസവുമാണ്. മുരളി മാത്രമാണോ സമ്മേളനത്തിൽ പങ്കെടുത്തത്? ഞങ്ങളെല്ലാം പങ്കെടുത്തതാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പുസ്തകത്തിന് പ്രചാരം കിട്ടാൻ വേണ്ടി വാർത്തയുണ്ടാക്കുകയാണ്. തികച്ചും തെറ്റായ പ്രചാരവേലയാണിത്. മുരളിക്ക് നിലവിൽ പാർട്ടി അംഗത്വം പോലുമില്ലെന്നായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ. സ്വാഭാവികമായും ആ വെളിപ്പെടുത്തൽ കൊണ്ട് ഈ വിവാദം കെട്ടടങ്ങും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം പിരപ്പൻകോട് മുരളി പറഞ്ഞത് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് M സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞു എന്നുള്ളതായിരുന്നു. എന്നാൽ സുരേഷ് കുറുപ്പ് പറയുന്നു ആ പാർട്ടിയിലെ ഒരു യുവ വനിതാ നേതാവ്, ഒരു കൊച്ചുകുട്ടി എന്ന് നമുക്ക് അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ, യുവ വനിതാ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന് പറഞ്ഞതിന്റെ വിഷമത്തിൽ VS പാർട്ടി സമ്മേളനത്തിൽ നിന്ന് മടങ്ങി. അപ്പോൾ സ്വാഭാവികമായും പലതരത്തിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടായ സമ്മേളനത്തിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവരുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇവരുടെ ഈ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ പൂർണ്ണ അർത്ഥത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ രണ്ടുപേരുടെ പേരുകൾ, രണ്ടാമത്തെ പെൺകുട്ടി ആരാണ് അല്ലെങ്കിൽ യുവ നേതാവ് ആരാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ കൂടി രണ്ടു പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഭാഗീയത വലിയ രീതിയിൽ അത് പാർട്ടിക്കുള്ളിൽ നിന്ന കാലത്ത് VS അച്യുതാനന്ദനെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായും ചർച്ചയാകും. അത് സ്വാഭാവികമായും വലിയ തരത്തിൽ അതിന് പ്രാധാന്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ CPM കൂടുതൽ വിശദീകരണത്തിന് തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ വീണ്ടും ഈ വിഷയം സജീവ ചർച്ചയാകും. അങ്ങനത്തെ ചർച്ചയായാൽ അത് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളൊരു തോന്നൽ പാർട്ടിക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്മി, അല്ല ഷഫീദ്, VS എന്ന് പറയുന്ന മഹാനായ രാഷ്ട്രീയ നേതാവിന് ഈ പറയുന്ന കർഷക തൊഴിലാളികളെ അടിമകളല്ലാതാക്കി മാറ്റിയ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ആലപ്പുഴയിൽ ഉയർന്ന മുദ്രാവാക്യം, പുന്നപ്പുറയിൽ മുദ്രാവാക്യം നമ്മൾ വലിയ ചൂടുകാടിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ഒരുപോലെ കേട്ടവരാണ്. പാളയിൽ കഞ്ഞി കുളിപ്പിച്ചില്ല, തമ്പ്രാനെന്ന് വിളിപ്പിച്ചില്ല എന്ന ഒരു പിൻതലമുറ മുദ്രാവാക്യം വിളിക്കുന്നത് അവരുടെ മുൻതറമുല, പാളയിൽ കഞ്ഞി കുളിക്കാൻ വിധിക്കപ്പെട്ട, തമ്പ്രാനെന്ന് വിളിച്ച് കുനിഞ്ഞു നിൽക്കാൻ വിധിക്കപ്പെട്ട, കൂലി ചോദിക്കുമ്പോൾ മുഖത്തടിയേൽക്കാൻ വിധിക്കപ്പെട്ട ഒരു തലമുറ അതിൽ നിന്ന് മോചിപ്പിച്ച ഒരു നേതാവിനെ പറ്റിയാണ് കേട്ടോ. 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ അവസാന നേതാവിനാണ് കേരളം ഈ പോയ ദിവസങ്ങളിൽ അത്രത്തോളം വലിയ സ്നേഹം നൽകി യാത്ര അയച്ചത്. അപ്പോൾ ആ നേതാവിനെ ആലപ്പുഴയുടെ അതേ മണ്ണിൽ P. കൃഷ്ണപിള്ള, വലിയ ചൂടുകാടിൽ P. കൃഷ്ണപിള്ളയുണ്ട്. P. കൃഷ്ണപിള്ളയ്ക്ക് അടുത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യനെയാണ് നമ്മൾ വലിയ ചൂടുകാട്ടിൽ ചിതയ്ക്ക് തീ കൊളുത്തി അന്ത്യവിശ്രമം കൊടുത്തത്. അങ്ങനെ P. കൃഷ്ണപിള്ള കൈപിടിച്ചുയർത്തിയൊരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണിൽ, അതേ മണ്ണിൽ ഒരു ചെറിയ പെൺകുട്ടിയോ ചെറിയ ആൺകുട്ടിയോ അധിക്ഷേപിച്ചു എന്നതാണല്ലോ സുരേഷ് കുറുപ്പും പിരപ്പൻകോട് മുരളി. ഇപ്പോൾ ഏത് പാർട്ടി സമ്മേളനത്തിലായിക്കോട്ടെ, അതിന് എന്ത് വിമർശനമായിക്കോട്ടെ, എല്ലാത്തിനും ഒരു തത്വദീക്ഷയും ഔചിത്യവും ഉണ്ടല്ലോ. അപ്പോൾ ഏതോ ജില്ല ഇപ്പോൾ പിരപ്പൻകോട് മുരളി പറഞ്ഞത് ഇതിന് ശേഷമാണ് ആ നേതാവിന് വലിയ പദവികൾ കിട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതോ വലിയ പദവികൾ കിട്ടാൻ ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ മണ്ണിൽ ചവിട്ടിയരച്ചോ എന്ന ചോദ്യം കൂടുതൽ ചർച്ചയാകുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ CPM-ന് കഴിയില്ല. ഷഫീദ്, സ്വാഭാവികമാണ് ഹഷ്മി, നമുക്കറിയാം. അതായത് നിലവിൽ ഇപ്പോൾ ഈ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം, അതിന്റെ ഏറ്റവും വലിയ പശ്ചാത്തലം എന്ന് പറയുന്നത് പാർട്ടി വിഭാഗീയതയുടെ കാലത്ത് VS എടുത്ത നിലപാടുകൾ പിന്നീട് പലതവണ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയാവുകയും പിന്നീട് പാർട്ടി അക്കാര്യത്തിൽ എടുത്ത നിലപാട് അക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിലുള്ള
ഇടപെടലുകൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇതോടുകൂടി വിവാദം അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കും പാർട്ടി ലക്ഷ്യം വെക്കുന്ന കാര്യം. പക്ഷെ അപ്പോഴും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവശേഷിക്കുന്നു. ഒന്ന്, VS-നെ പോലൊരു പ്രധാനപ്പെട്ട നേതാവ്, ആ നേതാവിനെതിരെ പലതരത്തിൽ ഇപ്പോൾ വ്യത്യസ്തമായി പലരും പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആ സമയത്ത് പാർട്ടി എടുത്ത നിലപാട് അത് ചോദ്യം ചെയ്യപ്പെടും. രണ്ടാമത്തേത്, ആ യുവ വനിതാ നേതാവ് ആരാണ് എന്നുള്ളതാണ്, ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞു എന്നുള്ളതാണ്. മാത്രവുമല്ല, എത്ര കണ്ട് വിഭാഗീയതയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടെ അച്ചടക്കം അത് പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു അച്ചടക്ക സംഹിത ഉള്ളൊരു സാഹചര്യത്തിൽ VS-നെ പോലൊരു മുതിർന്ന നേതാവിനെ പാർട്ടി സമ്മേളനത്തിൽ ഉൾപാർട്ടി വിമർശനവും ഉൾപാർട്ടി ജനാധിപത്യവും അപ്പുറത്തേക്ക് VS-നെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായി കോടിയേരി പറഞ്ഞത് VS അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. അത് രഹസ്യമായി പറഞ്ഞതല്ല, അത് വാർത്താ സമ്മേളനത്തിലാണ് കോടിയേരി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വിഭാഗീയതയെന്നോ അല്ലെങ്കിൽ ചേരിപ്പോരെന്നോ ആശയസമരമെന്നോ എന്നൊക്കെ പറയുമ്പോഴും ആള് VS ആണ്. ആ VS എന്ന് പറയുന്നത് 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിൽ അവശേഷിച്ച അവസാന മനുഷ്യനാണ്. അവസാന മനുഷ്യനോട് ഏത് രീതിയിൽ പ്രതികരണം നടത്തുമ്പോഴും മര്യാദഘട്ട പ്രതികരണങ്ങൾ സഖാക്കൾ നടത്താവോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ ചോദ്യം കൂടുതൽ ശക്തമാകുന്ന രീതിയിലാണ് ഈ പറയുന്ന പിരപ്പൻകോട് മുരളീധരാവട്ടെ, ഇപ്പോൾ സുരേഷ് കുറുപ്പിന്റെ പ്രതികരണങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.